ഇന്ന് ഞാനൊരു 8:30 കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കോളേജിലെത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഞങ്ങൾക്ക് ഡെമോൺസ്ട്രേഷനാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ നിന്ന് 5 പേരാണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജൂനിയേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് ടീച്ചിങ് എന്നുള്ളത് നമ്മളത് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ ഞാൻ കോളേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ക്ലാസ്സുകളിലൊക്കെ ഇതുപോലെ ഓരോരുത്തർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളവർ ഇവിടെ പ്രിപ്പയർഡ് ആവുകയാണ്. അപ്പോൾ കുറച്ച് പേർക്ക് ക്ലാസ് ഇല്ലാത്തവർക്ക് ഇവിടെ അവരുടെ ബാക്കി വർക്കൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ ഇന്ന് കുറേ വർക്കുകൾ വേറെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ബാക്കിയുള്ളവരോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് ഫസ്റ്റ് അവർ വരെ ഇതുപോലെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പുറത്തോട്ടിറങ്ങി ഇതുപോലെ കൃഷ്ണേന്ത് വരുന്നുണ്ടായിരുന്നു. കൃഷ്ണേന്തിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ ലൈബ്രറി പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് റെഫറൻസിനായിട്ട് കുറച്ച് ടെക്സ്റ്റുകളൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇട വന്നിരുന്നു. അങ്ങനെ എനിക്ക് കുറച്ച് ടെക്സ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി ഞാനിങ്ങനെ ഓരോ ബ്ലോക്കിലും പോയി നോക്കി. അത് എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഓരോ സെക്ഷനിൽ ചെന്നിട്ട് അവസാനം ഫൈനലി ഒരു ബ്ലോക്ക് കണ്ടു. അപ്പോൾ ഇതിന് ഈ ഒരു അലമാരിയിൽ ആ ടെക്സ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓരോ ബുക്കുകൾ എടുത്ത് നോക്കി. കരിക്കുലമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പോൾ അത് കുറച്ചേരം നോക്കി. അപ്പോൾ ഇത് കണ്ടെടുക്കുക എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് എൻ്റെ ടെക്സ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ അതെടുത്തു. അതിനുശേഷം പിന്നീട് ഉച്ച കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞങ്ങൾക്ക് ആർട്സ് ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ക്ലാസ് എടുത്ത് ഓരോരുത്തർ ടയർഡായിരിക്കുകയാണ്. അങ്ങനെ ആ ക്ലാസ് എടുത്ത് കഴിഞ്ഞതിനായിട്ടുള്ള ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം അതുപോലെ എഫേർട്ട് ഇട്ടിട്ടാണ് ഇവർ ഓരോരുത്തരും ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹാപ്പിനെസ് എല്ലാവർക്കും. അങ്ങനെ പിന്നീട് ഈവനിങ് ആയപ്പോഴും എല്ലായിടത്തും പാക്ക് ചെയ്തതായി കേട്ടോ. അപ്പോൾ ടൈം ഒരു ഉദ്ദേശം 3:30 ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് സൈൻ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ അതിനുവേണ്ടി എല്ലാം ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഒരു 4:30 ആയപ്പോൾ ഞാൻ വീടെത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ വരുന്ന വഴിക്ക് എൻ്റെ കസിനുണ്ട് വൈഷു. അവൻ തന്നെ എഡിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡോച്ചറിൻ്റെ ഒരുപാട് വീഡിയോസ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വീഡിയോയും പക്കയാണ്, ഒരു രക്ഷയില്ല കേട്ടോ, പൊളിയാണ്. അങ്ങനെ ആ വീഡിയോസ് എല്ലാം കണ്ട് ഒരു 4:45 അപ്പോൾ ഞാൻ വീടെത്തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.